ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്തെ അങ്ങേയറ്റം വെറുക്കുന്ന കർത്താവ് പാപികളെ സ്നേഹിച്ച് അവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. പാപത്തിൽ ജീവിച്ചിരുന്നവർ, സമൂഹം വെറുത്ത് ഒറ്റപ്പെടുത്തിയവർ കർത്താവിൻ്റെ സ്നേഹവചസ്സിലും അവിടുത്തെ ആർദ്രകരുണയിലും ആകൃഷ്ടരായി അവൻ്റെ ചുറ്റും കൂടി. ഇത് കണ്ട് കപടഭക്തരായ മതനേതാക്കൾ അവനെ പരിഹസിച്ചു. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 9 അതിൻ്റെ 10 മുതൽ 13 വരെ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറേ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. മനസ്സിലാക്കുക, സ്വയം നീതിമാന്മാർ എന്ന് കരുതുന്നവർക്ക് കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിന് കഴിയില്ല. എന്നാൽ സ്വന്തം പാപാവസ്ഥകളെ തിരിച്ചറിയുന്നവർ, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു രക്ഷിതാവിൻ്റെ സാന്നിധ്യവും സഹായവും ആഗ്രഹിക്കും. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്, ദീനക്കാർക്കാണ് വൈദ്യൻ്റെ ആവശ്യമെന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം സമൂഹം പാപികളുടെ ഗണത്തിൽപ്പെടുത്തിയവർ മാത്രമാണ് യഥാർത്ഥ പാപികളെന്നല്ല. സകല മനുഷ്യരും പാപികളെന്ന് ദൈവവചനം വ്യക്തമായി തെളിയിക്കുന്നു. കൃപയാൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുകയും ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും ചെയ്യണം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെ വാക്യങ്ങൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിലില്ലാതായി. എന്നാൽ പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ തുടങ്ങി സമൂഹത്തിലെ പ്രധാനികളിൽ ഏറിയ പേരും സ്വന്തം പ്രവൃത്തികളിൽ തൃപ്തരായി അവയാൽ സ്വയം നീതീകരിച്ച് ദൈവിക രക്ഷണ്യ പ്രവൃത്തിയെ തങ്ങൾക്ക് നഷ്ടമാക്കി കളഞ്ഞു. അതുകൊണ്ട് റോമാലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ദൈവവചനം വ്യക്തമായി ഇടപെടുന്നു. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. കർത്താവ് പറയുന്നു, യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. റോമർ 3-ാം അധ്യായം 23-26 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുക. നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുക, നിത്യരക്ഷയെ അവകാശമാക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.